നമുക്കിന്ന് കാസർഗോഡുകാരുടെ പുളിവാളം ഉണ്ടാക്കാം. അപ്പോൾ നെയ്ച്ചോറൊക്കെ ബാക്കി വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുളിവാളമാണ്. നെയ്ച്ചോറൊന്നും കളയാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളിവാളമാണ്. അപ്പോൾ ഇതിന് ഞാൻ 2 കപ്പ് നെയ്ച്ചോറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതും 1 കപ്പ് പച്ചരി, 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാടെ ചുട്ടെടുക്കാം. അങ്ങനെ 2 മുട്ടയും ചേർത്ത് പച്ചരിയും ചേർത്ത് അരക്കാം. നല്ലോണം ലൂസായി അരക്കാൻ പാടില്ല. അപ്പോൾ അപ്പം ചുടുന്ന സമയത്ത് നമുക്ക് ശരിയായി കിട്ടിയില്ല. അപ്പം കുറച്ച് ടൈറ്റായിട്ടാണ് അരക്കേണ്ടത്. അങ്ങനെ ലൂസായി പോയാൽ അരിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ വലിച്ചെടുക്കാം. ഇതുപോലെ എണ്ണയിലേക്ക് വലിച്ചെടുത്ത് റെഡിയാക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അരിപ്പൊടി ചേർത്ത് ലൂസായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ഉണ്ടാക്കുന്നതനുസരിച്ചിലാണ് വേണ്ടത്. അങ്ങനെ എല്ലാം 2 ഭാഗം നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ച് തിരിച്ചും വേവിച്ചതിന് ശേഷം കോരി മാറ്റാം. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് കോഴിക്കറിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുളിവാളമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറൊന്ന് ബാക്കി വന്നാൽ കളയണ്ട, ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം.